ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹെക്സ് ആൻഡ് കണക്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ വന്നിരിക്കുന്നത് ഒരു റേറ്റിംഗ് സിസ്റ്റത്തിന്റെ വീഡിയോ ആയിട്ടാണ്. എങ്ങനെ നമുക്ക് HTML, CSS, ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ സ്റ്റാർ ഒക്കെ വെച്ചിട്ടുള്ള ഒരു റേറ്റിംഗ് സിസ്റ്റം നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കോഡിങ്ങിലേക്ക് പോകാം. നമുക്ക് എങ്ങനെ ഇത് കോഡ് ചെയ്യാൻ നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ അതിന്റെ സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന റേറ്റിംഗ് സിസ്റ്റം ആണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ ഇതേപോലെ സ്റ്റാർ വെച്ചിട്ട് അതിന് ഓരോ സ്റ്റാറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് നമുക്ക് കിട്ടും. ഒരു സ്റ്റാറ്റസും അതിനനുസരിച്ചുള്ള ഒരു ഇമോജിയും കിട്ടും. നമുക്ക് ഏതാണ് ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സ്റ്റാറും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസും ഇമോജിയും എങ്ങനെ കൊണ്ടുവരാം, ഇതാണ് നമ്മൾ ഈ ഒരു റേറ്റിംഗ് സിസ്റ്റത്തിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. സോ നമുക്ക് കോഡിങ്ങിലേക്ക് കടക്കാം. ഞാനിവിടെ അതിനായിട്ടൊരു HTML ഫയല്, അതേപോലെ ഒരു സ്ക്രിപ്റ്റ് ഫയല്, ജാവാസ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റ് ഫയല്, തന്നെ ഒരു CSS ഫയൽ ഇതിന്റെ സ്റ്റൈലിന് വേണ്ടിയിട്ടും ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ HTML ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ബാക്ക്ഗ്രൗണ്ടും അതേപോലെ തന്നെ ആ ഒരു റേറ്റിംഗിൽ നിങ്ങൾ കണ്ട ആ സ്റ്റാറിന് തൊട്ട് മുകളിലായിട്ട് അതിന്റെ സ്റ്റാറ്റസും അതേപോലെ തന്നെ ഇമോജിക്കും ആവശ്യമായിട്ടുള്ള കുറച്ച് ഡിവിഷൻസും ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് സ്റ്റൈലുകളും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. ആ ഒരു കണ്ടെയ്നറും അതേപോലെ തന്നെ ഇമോജിയും സ്റ്റാറ്റസും ഒക്കെ വരാനായിട്ടുള്ള അതിന്റെ ഫോണ്ട് സൈസും ഹൈറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അതിലായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റാർസിന്റെ സ്റ്റൈൽ ഒന്ന് ചെയ്യാനുണ്ട്. ഫസ്റ്റ് സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടെയ്നർ ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റാർസ് ഉണ്ട്. അപ്പൊ ഈ ഓരോ സ്റ്റാറിനെയും ആ സ്റ്റാർസ് എന്ന് പറഞ്ഞ കണ്ടെയ്നറിനെയും നമുക്കൊന്ന് സ്റ്റൈൽ ചെയ്ത് കൊടുക്കാം. അതിനാവശ്യമായിട്ടുള്ള സ്റ്റൈലിങ്ങിലേക്കാണ് കിടക്കുന്നത്. അപ്പൊ സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ഞാൻ വിളിച്ചിട്ടുണ്ട്. നമുക്ക് അത് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കാം. ഒരു വൺ ലൈനിലായിട്ട് ആ സ്റ്റാറുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന്റെ പേരന്റ് ഡിവ് ആയിട്ടുള്ള സ്റ്റാർസിന് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുന്നുണ്ട്. ദെൻ ജസ്റ്റിഫൈ കണ്ടന്റ് ഒന്ന് കൊടുക്കാം. സെന്ററിലേക്ക് കൊണ്ടുവരാം. ആൻഡ് അലൈൻ ഐറ്റംസ് സെന്റർ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന്റെ ഫ്ലെക്സ് ഡയറക്ഷൻ നമുക്ക് റോ റിവേഴ്സ് കൊടുക്കാം. സ്റ്റാർസിന് വേണ്ടിയിട്ടുള്ള സ്റ്റൈൽ നമ്മൾ ചെയ്തു. then ഓരോ ഇൻഡിവിജ്വൽ സ്റ്റാറുകളാണ് നമുക്കുള്ളത്. സോ അതിന്റെ ക്ലാസിന്റെ പേര് സ്റ്റാർ എന്നായിരുന്നു, അതിനെ വിളിക്കുന്നു. അതിന്റെ ഫോണ്ട് സൈസ് നമുക്കൊരു 2 REM കൊടുക്കാം. then കഴ്സർ പോയിന്റർ ആക്കാം. അതിന്റെ ഡിഫോൾട്ട് കളർ എന്ന് പറയുന്നത് ഗ്രേ കൊടുക്കാം. ഇപ്പൊ നമുക്കിത് ഹോവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന സമയത്താണ് ഈ ഗ്രേ കളർ മാറിയിട്ട് ഇത് ഒരു ഗോൾഡൻ കളർ ആവേണ്ടത്. സോ നമുക്ക് ആ ഒരു കളർ ട്രാൻസിഷൻ അതിന്റെ ടൈം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. കളർ മാറുന്ന ആ ഒരു ടൈം, അതാണ് ട്രാൻസിഷനിൽ നമ്മൾ കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിൽ ഒരു 0.4 സെക്കൻഡ് കൊടുക്കും. ഓക്കെ, ദെൻ നമുക്ക് ഇനി ആവശ്യം എന്ന് പറയുന്നത് ഇത് ഹോവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കളർ ഗോൾഡൻ ആവണോ എന്നുള്ളതാണ്. സോ ഞാൻ ഹോവർ ഫസ്റ്റ് കൊടുത്തു, ഹോവർ കോമ. ഇനി നമുക്ക് സ്റ്റാർ സെലക്ട് ചെയ്യുന്ന സമയത്താണ് വേണ്ടത്. സെലക്റ്റഡ് ആണെങ്കിൽ അതേപോലെ തന്നെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഗോൾഡൻ കളർ റിമെയിൻ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടും കൂടി ഉള്ളത് നമുക്ക് ചെയ്ത് കൊടുക്കാം. സെലക്റ്റഡ് ഡോട്ട് സ്റ്റാർ, കളർ എന്ന് പറയുന്നത് ഗോൾഡൻ എന്ന് കൊടുത്താൽ മതി. സോ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. സോ നമ്മളിത് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇമോജിയും അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ സ്റ്റാറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാറ്റസും അതിന് വരുന്ന ഇമോജിയും നമുക്ക് കൊണ്ടുവരണമെന്നേ ഉള്ളൂ. നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം ഔട്ട്പുട്ട് ഇപ്പൊ എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് നമ്മളിപ്പോ ചെയ്തേക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഹോവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ കളർ ഗോൾഡൻ കളർ ആവുന്നുണ്ട്. അതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ എന്താണ് ഗോൾഡൻ കളറിൽ നിൽക്കാം. സോ നമുക്ക്
ഇതിന്റെ ബാക്കി ജാവാസ്ക്രിപ്റ്റ് കോഡ് ചെയ്യാം. അവിടെയാണ് ഇനി ബാക്കി പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് JS ഫയലിലാണ്. സോ ഞാനൊരു JS ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ JS ഫയലിനെ ഇവിടെ കണക്ട് ചെയ്തും കൊടുത്തിട്ടുണ്ട്. സോ ബാക്കി കോഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ പല പല പോർഷൻസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഒരു ഡോം എലമെന്റ്സ് വെച്ചിട്ട് നമുക്ക് ഓരോ എലമെന്റ്സിനായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഓരോ എലമെന്റ്സിനായിട്ട് ആക്സസ് ചെയ്യാം. ഡോം യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാറിനെ ആക്സസ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് ഇമോജി, സ്റ്റാറ്റസ്, ഇങ്ങനെ 3 ഇതിനെയാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനെ ഓരോന്നിനായിട്ട് നമുക്ക് വേരിയബിൾ ആയിട്ട് കൊടുക്കാം. ഫസ്റ്റ് കോൺസ്റ്റ് സ്റ്റാർസ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഡോക്യുമെന്റ് ഡോട്ട് കൊറി സെലക്ട് റോൾ വെച്ചിട്ടാണ് വിളിക്കുന്നത്. അതായത് സ്റ്റാർസ് എന്ന് പറയുന്നത് ഒന്നിലധികം സ്റ്റാർസ് ഉണ്ട്. അപ്പൊ അതൊരു നോഡ് ലിസ്റ്റ് ആയിട്ട് ആ എലമെന്റിനെ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് കൊറി സെലക്ട് റോൾ യൂസ് ചെയ്യാം. സ്റ്റാർ എന്നാണ് ക്ലാസ് നെയിം വരുന്നത്. അടുത്തത് നമുക്ക് ഇമോജി നോക്കാം. ഇമോജി ഞാൻ ഇതേപോലെ വേരിയബിൾ കൊടുക്കുന്നു. ദെൻ ഡോക്യുമെന്റ് ഡോട്ട് കൊറി സെലക്ടർ കൊടുത്താൽ മതിയാകും. കൊറി സെലക്ട് അതിന്റെ ക്ലാസ് നെയിം എന്ന് പറയുന്നത് വന്നിട്ട് ഇമോജി എന്നായിരുന്നു. അടുത്തത് നമുക്ക് സ്റ്റാറ്റസ് ആണ് വേണ്ടത്. സോ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഇമോജി ആക്സസ് ചെയ്ത പോലെ തന്നെ നമുക്ക് കൊടുക്കാം. ഡോക്യുമെന്റ് ഡോട്ട് കൊറി സെലക്ടർ, ക്ലാസിന്റെ പേര് സ്റ്റാറ്റസ് എന്നായിരുന്നു. സോ നമ്മളിപ്പോ ഇവിടെ ചെയ്തേക്കുന്നത് ഡോം എലമെന്റ്സ് വെച്ചിട്ട് ഓരോന്നിനായിട്ടും സെലക്ട് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 2 വേരിയബിൾസിനെ ഇനിഷ്യലൈസ് ചെയ്യണം. ഇതിന്റെ ഒപ്പം തന്നെ വരുന്നതാണ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഡിഫോൾട്ട് ആയിട്ടുള്ള ആ ഒരു റേറ്റിംഗും അതേപോലെ തന്നെ കറണ്ട് റേറ്റിംഗ്, ഇത് രണ്ടുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് രണ്ടും നമുക്ക് 0 ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഡിഫോൾട്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് 0 ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ സോ ഞാൻ കോൺസ്റ്റിൽ കൊടുത്തു ഡിഫോൾട്ട് റേറ്റിംഗ് എന്ന് വേരിയബിൾ കൊടുക്കാം. ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. then അടുത്തതെന്ന് പറയുന്നത് കറന്റ് റേറ്റിംഗ് കൊടുക്കാം. കറന്റ് റേറ്റിംഗും നമുക്കിപ്പോ 0 ആക്കി സെറ്റ് ചെയ്യാം. നമ്മൾ 0 ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആ ഒരു റേറ്റിംഗ് അറേ ആണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ഓരോ ഇമോജി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്റ്റാറ്റസ്, അത് നമുക്കൊരു നെയിം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് ഓരോ സ്റ്റാറ്റസും കൊടുക്കാം. അതായത് ഡിഫറെന്റ് റേറ്റിംഗ് ലെവൽസും അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റാറ്റസും ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ റേറ്റിംഗ് ലെവൽസിൽ നമുക്ക് ഇമോജി വേണം, സ്റ്റാറ്റസും വേണം. നമുക്ക് അതെങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ ഞാൻ ഒരു അറേ ആയിട്ട് സെറ്റ് ചെയ്യാം. കോൺസ്റ്റ് റേറ്റിംഗ്സ് എന്ന് കൊടുക്കാം. കോൺസ്റ്റ് റേറ്റിംഗ്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളില് കേളി ബ്രേസസ് ഇമോജി. നമുക്ക് ആ ഇമോജി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് യൂണിക്കോഡ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാം. ഫസ്റ്റ് ഞാനൊരു ഒരു ടൈറ്റിൽ പോലെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ അവിടെ ഇമോജി ഒന്നും കൊടുക്കുന്നില്ല. നെയിമില് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ഗിവ് അസ് റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിൽ കൊടുക്കാം. സോറി, കോളൻ ആണ് കൊടുക്കേണ്ടത്. ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ദെൻ കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നു. അഗെയിൻ ഇമോജി. അപ്പം ഇവിടെ നമുക്ക് ഇമോജിക്ക് ആവശ്യമായിട്ടുള്ള യൂണിക്കോഡ് ക്യാരക്ടേഴ്സ് കൊടുക്കാം. ഓരോ കറസ്പോണ്ടിങ് സ്റ്റാറ്റസിനും അനുസരിച്ചിട്ടുള്ള ഇമോജീസിന്റെ കോഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഓൾറെഡി ഇത് ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ നമ്മൾ കൊടുക്കാൻ പോണത് വെരി പുവർ എന്നുള്ള സ്റ്റാറ്റസ് ആണ്. സോ അതിന്റെ ഇമോജിയുടെ കോഡാണ്, യൂണിക്കോഡാണ് ഞാൻ കൊടുക്കുന്നത്. /u കേളി ബ്രേസസിനുള്ളിലായിട്ട് 1F614. ഇതാണ് വെരി പുവർ എന്നുള്ള സ്റ്റാറ്റസിന് വരുന്ന ഇമോജിയുടെ യൂണിക്കോഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇനി അടുത്തതായിട്ട് ഞാൻ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള കീഴില് നമുക്ക് ആ സ്റ്റാറ്റസ് എന്താണോ വരുന്നത് അത് കൊടുക്കാം. വെരി പുവർ എന്ന് കൊടുത്തു. ദെൻ നെക്സ്റ്റ് ഇതിലായിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം, എന്നിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതായിട്ട് നമുക്ക് 1F. അടുത്തത് നമുക്ക് വേണ്ടത് 641 ആണ് നമുക്ക് വരുന്നത്. സോ അതിന് വരുന്നത് പുവർ എന്നുള്ള സ്റ്റാറ്റസ് ആണ് വേണ്ടത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്
642 ആണ് വരുന്നത്. അതിൽ വരുന്ന സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഗുഡ് എന്നാണ്. അടുത്തതായിട്ട് നമുക്ക് 929 കൊടുക്കാം. അതില് വെരി ഗുഡ് എന്ന് കൊടുക്കാം. ഇനി ലാസ്റ്റ് 1 ആണ്. ഇവിടെ 970 ആണ് ഇമോജിയുടെ യൂണിക്കോഡ് എന്ന് പറയുന്നത്. 970. ദെൻ ഇതിന്റെ സ്റ്റാറ്റസ് വന്നിട്ട് നമുക്ക് എക്സലന്റ് എന്ന് കൊടുക്കാം. ഇങ്ങനെയാണ് ഓരോ ഡിഫറെന്റ് റേറ്റിംഗ് ലെവൽസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാറ്റസും അതേപോലെ തന്നെ അതിന്റെ ഇമോജിയും വരുന്നത്. അപ്പൊ നമ്മൾ അതൊരു അറേ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ഫങ്ഷൻസ് ആണ്. അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ആണ് ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ചെക്ക് സെലക്ടർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. വേരിയബിൾ ആണ് കോൺസ്റ്റ്. സെലക്ടർ സ്റ്റാർ ഈസ് ഈക്വൽ ടു സ്റ്റാർ hello. Then if parcel star total get attribute. നമുക്ക് ഓരോ സ്റ്റാർസിനെയും നമുക്ക് ഓരോ അതിന്റെ ഡേറ്റ റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ആട്രിബ്യൂട്ട് നമ്മളിവിടെ ഓരോ സ്റ്റാറിനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡേറ്റ റേറ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഗെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഗെറ്റ് ആട്രിബ്യൂട്ട് ഡേറ്റ റേറ്റ് വെച്ചിട്ട് നമുക്ക് ഗെറ്റ് ചെയ്യാം. ഡേറ്റ റേറ്റ് ഈക്വൽ ടു ട്രിപ്പിൾ ഈക്വൽ ടു കൊടുത്തു. ദെൻ നമുക്ക് കറന്റ് റേറ്റിംഗ് എന്ന് പറയുന്ന ഇതാണ് കൊടുക്കുന്നത്. കറന്റ് റേറ്റിംഗ്. ദെൻ റിട്ടേൺ 2 കൊടുത്തു. എൽസ് റിട്ടേൺ ഫോൾസ് കൊടുക്കുന്നു. ഒരു ചെളി ബ്രേസസ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ വിട്ടുപോയിരുന്നു. നമ്മള് ആ ഒരു ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് നമ്മുടെ ഇപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്തേക്കുന്ന സ്റ്റാറിന്റെ ഡേറ്റ റേറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കറന്റ് റേറ്റിംഗ് കറന്റ് റേറ്റിംഗുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഡേറ്റ റേറ്റിൽ നമ്മൾ 5, 4, 3, 2, 1 എന്നുള്ള വാല്യൂസ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു നമ്മൾ ക്ലിക്ക് ചെയ്തേക്കുന്ന സ്റ്റാറിന്റെ ഡേറ്റ റേറ്റും കറന്റ് റേറ്റിംഗും മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് റേറ്റിംഗ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് നമുക്ക് അടുത്തത് വരുന്നത്. ഹെൽപ്പർ ഫംഗ്ഷൻസ് ആണ്. ഇപ്പൊ സെറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ കോൺസ്റ്റ് സെറ്റ് റേറ്റിംഗ് index is equal to stars dot 4x. For each star and again arrow star dot class list. Class list dot remove selected.
നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് സെലക്ടർ എന്ന് പറയുന്ന ക്ലാസ് ഇതേപോലെ കൊടുത്തു. ഈ ഒരു ബ്രാക്കറ്റ്സ് നമുക്ക് ലാസ്റ്റിലായിട്ടാണ് ക്ലോസ് ചെയ്യേണ്ടത്. അടുത്ത ഒരു കണ്ടീഷൻ ഉണ്ട്, ഇഫ് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 0, ഇൻഡെക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആൻഡ് ഇൻഡെക്സ് more equal to stars dot length. Document dot query selector data rate equals plus index plus then dot classless dot add selector. ഇതെന്തിനാ യൂസ് ചെയ്തേക്കുന്നതെന്ന് പറയാം. ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റേറ്റിംഗ് സെറ്റ് ചെയ്യാനായിട്ടാണ്. ഫസ്റ്റ് നമ്മൾ ആ ഒരു റേറ്റിംഗ് സെറ്റ് ചെയ്യുന്നത് റിമൂവ് ചെയ്തു, അതായത് സെലക്ടഡ് ക്ലാസ് എല്ലാ സ്റ്റാറുകളിൽ നിന്നും സെലക്ടഡ് ക്ലാസ് സെലക്ടഡ് എന്ന് പറയുന്ന ക്ലാസ് റിമൂവ് ചെയ്തു. അതേപോലെ തന്നെ സെലക്ടഡ് എന്ന് പറയുന്ന ക്ലാസ് സ്റ്റാറിലേക്ക് ആഡ് ചെയ്തു. നമ്മൾ അതിന്റെ തന്നിട്ടുള്ള ഈ ഇൻഡെക്സുമായിട്ട് എന്താണ് അത് മാച്ച് ആക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് സെറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഓരോ സ്റ്റാറിൽ നിന്നും നമ്മൾ സെലക്ടർ എന്ന് പറയുന്ന ക്ലാസ് റിമൂവ് ചെയ്യുക, അതേപോലെ തന്നെ ആഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ റേറ്റിംഗിനെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഇമോജിയുടെ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇമോജി ഇതിനനുസരിച്ചുള്ള റേറ്റിംഗിനനുസരിച്ചുള്ള ഇമോജിയാണ് നമുക്ക് വരേണ്ടത്. അപ്പൊ നമുക്ക് അതും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഡോട്ട് അതിന്റെ ഇന്നർ HTML എന്ന് പറയുന്നത് ഈക്വൽ ടു റേറ്റിംഗ്സ് ഇൻഡെക്സ് ഡോട്ട് ഇമോജി, സ്റ്റാറ്റസ് കറസ്പോണ്ടിങ് സ്റ്റാറ്റസ് കിട്ടണം. സോ അതിന് വേണ്ടിയിട്ട് സ്റ്റാറ്റസ് EL ഡോട്ട് ഇന്നർ HTML എന്ന് പറയുന്നത് ഈക്വൽ ടു റേറ്റിംഗ്സ് എന്ന് നമുക്ക് ആ ഒരു നെയിം പ്രോപ്പർട്ടി വെച്ചിട്ട് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള കീഴിലാണ് നമ്മുടെ സ്റ്റാറ്റസ് ഇരിക്കുന്നത്. അത് നെയിം നമ്മൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് റേറ്റിംഗ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറന്റ് ആ ഒരു റേറ്റിംഗ് ഇൻഡെക്സിനെ നമ്മൾ എന്താണ് റീസെറ്റ് ചെയ്യാം. എങ്ങനെ റീസെറ്റ് ചെയ്യാം നമുക്ക് നോക്കാം. അടുത്തത് ക്രിയേറ്റ് ചെയ്യാം, റീസെറ്റ് റേറ്റിംഗ്. കറന്റ് റേറ്റിംഗ് എന്നാണ് നമ്മൾ
നേരത്തെ വേരിയബിൾ കൊടുത്തിരുന്നത്. സോ കറന്റ് റേറ്റിംഗ് ഈസ് ഈക്വൽ ടു ഡിഫോൾട്ട് റേറ്റിംഗ്. ഡിഫോൾട്ട് റേറ്റിംഗ് എന്നായിരുന്നു വേരിയബിൾ. സോ കറന്റ് റേറ്റിംഗ് ഈസ് ഈക്വൽ ടു ഡിഫോൾട്ട് റേറ്റിംഗ് എന്ന് കൊടുത്തു. ദെൻ സെറ്റ് റേറ്റിംഗ് നേരത്തെ കൊടുത്തിരുന്നത് സെറ്റ് റേറ്റിംഗ് ഡിഫോൾട്ട് റേറ്റിംഗ് ആയിട്ട് വെക്കും. ഡിഫോൾട്ട് റേറ്റിംഗ് എന്ന് കൊടുത്തു. സോറി, ഇവിടെ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ആവാനുണ്ട്. ഓക്കെ, കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ റീസെറ്റ് റേറ്റിംഗ് എങ്ങനെ റീസെറ്റ് ചെയ്യാമെന്നും കൂടിയാണ് നമ്മളിപ്പോ കണ്ടത്. അതായത് കറണ്ട് റേറ്റിംഗിനെ ഡിഫോൾട്ട് റേറ്റിംഗ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ആഡ് ചെയ്ത ലിസണേഴ്സ് ആണ് യൂസ് ചെയ്യാനുള്ളത്. ഓരോ സ്റ്റാറിനും നമ്മൾ എന്താണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്തായിട്ട് സ്റ്റാർസ് ഡോട്ട് ഫോർ ഈച്ച് സ്റ്റോറേജിലായിട്ട് നമുക്ക് സ്റ്റാർ ആണ് എടുക്കേണ്ടത്. സ്റ്റാർ സ്റ്റാർ ഡോട്ട് ആഡ് ഈവൻ ലിസണർ നമ്മള് ക്ലിക്ക് എടുക്കാം. ക്ലിക്ക് ഫങ്ഷൻ shift selected star കൊടുത്തു. നമുക്ക് റീസെറ്റ് റേറ്റിംഗ് വിളിക്കാം. റീസെറ്റ് റേറ്റിംഗ്, സോറി, ഫങ്ഷൻ ബ്രാക്കറ്റ്സ് റീസെറ്റ് റേറ്റിംഗ് റിട്ടേൺ. അടുത്തതായിട്ട് നമുക്ക് കോൺസ്റ്റ് ഇൻഡെക്സ് is equal to parseInt star dot get attribute data rate, sorry, data rate then current rating is equal to index and set rating അടുത്ത ആഡ് ഇവന്റ് ലിസണർ നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. മൗസ് ഓവർ എന്ന് പറഞ്ഞിട്ടുള്ള ആഡ് ഇവന്റ് ലിസണർ ആണ് നമുക്ക് ഇനി അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ ഇവിടെ നമ്മൾ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ലിസണർ ഈവൻ ലിസണർ യൂസ് ചെയ്തേക്കുന്നത് അപ്ഡേറ്റ് റേറ്റിംഗിനെ അപ്ഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യാനായിട്ടാണ്. അതായത് സ്റ്റാർ ഓൾറെഡി സെലക്ടഡ് ആണെങ്കിൽ അതിനനുസരിച്ച് അതിന്റെ റേറ്റിംഗിനെ റീസെറ്റ് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലിക്ക് എന്ന് പറയുന്ന ആഡ് ഈവൻ ലിസണർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടത് മൗസ് ഓവർ എന്ന് പറയുന്ന ആഡ് ഈവൻ ലിസണർ ആണ്. അത് യൂസ് ചെയ്യാം. ഇത് മൗസ് ഓവർ ഫങ്ഷൻ
then const index is equal to %. നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. സ്റ്റാർ ഡോട്ട് ഗെറ്റ് ആട്രിബ്യൂട്ട് ഡേറ്റ റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഗെറ്റ് ചെയ്യുന്നത്. ഡേറ്റ റേറ്റ് സെറ്റ് റേറ്റ് ഇൻഡെക്സ്. രണ്ടാമത്തെ മൗസ് ഓവർ എന്ന് പറയുന്ന ലിസണർ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ടെമ്പററി ആയിട്ട് ആ ഒരു റേറ്റിംഗ്, അതായത് ഹോവേർഡ് സ്റ്റാറിലെ റേറ്റിംഗ് ടെമ്പററി ആയിട്ട് നമുക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ ഒരു സ്റ്റാറിലേക്ക് ഹോവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് അതിന് ഇതായിട്ട് വരുന്ന, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന അത്ര ഏത് ഡേറ്റ റേറ്റിലുള്ള സ്റ്റാറിലാണോ ഓവർ ചെയ്തേക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്റ്റാറ്റസ് ഏതാണ്, ഇമോജി ഏതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഈവന്റ് ലിസണർ നമ്മളിപ്പോ യൂസ് ചെയ്തേക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് മൗസ് ഔട്ട് ചെയ്യുന്ന സമയത്ത് തിരിച്ച് കറന്റ് റേറ്റിംഗിലേക്ക് മാറണം. മൗസ് അത് സ്റ്റാറിൽ നിന്ന് ലീവ് ചെയ്യുന്ന സമയത്ത് തിരിച്ചത് റീസെറ്റ് ആവണമല്ലോ. തിരിച്ച് ഈ ഒരു നമ്മളിപ്പോ കാണിച്ചേക്കുന്ന കറസ്പോണ്ടിങ്ങിൽ നിന്ന് റിവേർട്ട് ആവണം. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് മൗസ് ഔട്ട് എന്ന് പറയുന്ന ഒരു ഈവന്റ് ലിസണറും കൂടെ യൂസ് ചെയ്യാം. സ്റ്റാർ ഡോട്ട് ഇപ്പൊ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് ഈവന്റ് ലിസണർ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. മൗസ് ഔട്ട് എന്ന് പറയുന്ന ഈവന്റ് ലിസണർ ആണ്. സോ മൗസ് ഔട്ട് ഫംഗ്ഷൻ ായിട്ട് നമുക്കിവിടെ സെറ്റ് റേറ്റിംഗ് ബ്രാക്കറ്റിൽ കറന്റ് റേറ്റിംഗ് എന്ന് പറയുന്ന ഇതിലേക്ക് പോയാൽ മതി. കറന്റ് റേറ്റിംഗ് എന്നായിരുന്നു നമ്മുടെ വേരിയബിൾ ഉണ്ടായിരുന്നത്. കറന്റ് റേറ്റിംഗ് നമ്മളത് സെറ്റ് ചെയ്തു. അതായത് 3 ഈവന്റ് ലിസണേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു റേറ്റിംഗ് അപ്ഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഓൾറെഡി സെലക്ടഡ് ആണെങ്കിൽ അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് റേറ്റിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത ഈവന്റ് ലിസണർ നമ്മൾ യൂസ് ചെയ്തത് മൗസ് ഓവർ ആണ്. മൗസ് ഓവർ ചെയ്യുന്ന സമയത്ത് ടെമ്പററി ആയിട്ട് നമുക്ക് ഷോ ചെയ്യണം ഏത് റേറ്റിംഗ് ആണ്, അതിന് റേറ്റിംഗിന് ഏത് ഡാറ്റ റേറ്റിലുള്ള സ്റ്റാർ ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇമോജിയും സ്റ്റാറ്റസും കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് മൗസ് ഓവർ യൂസ് ചെയ്തത്. ദെൻ മൗസ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പൊ ടെമ്പററി ആയിട്ട് കാണിച്ചേക്കുന്ന അതിൽ നിന്ന് റിവേർട്ട് ആയിട്ട് കറന്റ് റേറ്റിംഗ് ഏതാണോ നമുക്ക് ആ ഒരു കറന്റ് റേറ്റിംഗിലേക്ക് അത് തിരിച്ചു വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൗസ് ഔട്ട് എന്ന് പറയുന്ന ഇത് യൂസ് ചെയ്തേക്കുന്നത്. സെമി കോളൻസ് കൊടുക്കാം. നമ്മുടെ ഈവന്റ് ലിസണേഴ്സ് തീർന്നു. ഇനി അടുത്തായിട്ട് നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഡിഫോൾട്ട് റേറ്റിംഗിനെ ഒന്ന് ഇനിഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഡോക്യുമെന്റ് ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് റേറ്റിംഗ് ഡോക്യുമെന്റ് നമ്മൾ വീണ്ടും റീലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡോക്യുമെന്റ് ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിഫോൾട്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് 0 ആയിട്ട് സെറ്റ് ചെയ്യണം. ആ ഒരു സ്റ്റെപ്പ് കൂടിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ ഡോക്യുമെന്റ് ഡോട്ട് ആഡ് ഈവന്റ് ലിസണർ, നമുക്ക് ഡോം കണ്ടന്റ് ലോഡർ എന്ന് പറയുന്ന ഇത് യൂസ് ചെയ്യാം. ഡോം കണ്ടന്റ് ലോഡർ ഫംഗ്ഷൻ സെറ്റ് റേറ്റിംഗ്. സെറ്റ് റേറ്റിംഗിൽ നമുക്ക് ഡിഫോൾട്ട് റേറ്റിംഗ് ആണ് ഇത്തവണ സെറ്റ് ചെയ്യുന്നത്. ഡിഫോൾട്ട് റേറ്റിംഗ് സെറ്റ് റേറ്റിംഗ് ഡിഫോൾട്ട് റേറ്റിംഗ് എന്നായിരുന്നു നമ്മുടെ വേരിയബിളിന്. ഡിഫോൾട്ട് റേറ്റിംഗ് ഇത്രയാണ് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യാനുള്ളത്. സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഡോം യൂസ് ചെയ്തിട്ട് നമ്മൾ എല്ലാ എലമെന്റ്സിനെയും നമ്മളിവിടെ ഡോം എലമെന്റ്സ് യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ ചെയ്തേക്കുന്നത് വേരിയബിൾസിനെ ഇനിഷ്യലൈസ് ചെയ്തു. അതായത് ഡിഫോൾട്ട് റേറ്റിംഗ് അതേപോലെ കറന്റ് റേറ്റിംഗ് എന്ന് പറയുന്ന 2 വേരിയബിൾസിനെ ഇനിഷ്യലൈസ് ചെയ്തു. ദെൻ നമുക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നത് റേറ്റിംഗ്സ് അതേപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇമോജീസും അല്ലെങ്കിൽ അതിന്റെ സ്റ്റാറ്റസും ആണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ ഒരു ഒബ്ജക്ട്സ് ആയിട്ട് നമ്മൾ അറേയിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്തതായിട്ട് നമ്മൾ കുറച്ച് ഹെൽപ്പർ ഫങ്ഷൻസ് ആണ് യൂസ് ചെയ്തത്. അവിടെ നമ്മൾ ഫസ്റ്റ് ചെക്ക് സെലക്ടഡ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ ഒരു ഡിഫറെന്റ് എന്താണ് ആ ഒരു ക്ലിക്കർ സ്റ്റാറിന്റെ ഡേറ്റ റേറ്റ് ആട്രിബ്യൂട്ട് ഏത് റേറ്റിംഗ് ഇൻഡെക്സുമായിട്ടാണ് കറന്റ് റേറ്റിംഗ് ഇൻഡെക്സുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ നോക്കിയത്. നെക്സ്റ്റ് ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മൾ ചെയ്തത് റേറ്റിംഗ് സെറ്റ് ചെയ്ത് കൊടുത്തു. അതായത് ഇപ്പം സെലക്ടഡ് ക്ലാസ് റേറ്റിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ടഡ് എന്ന് പറയുന്ന ക്ലാസ് റിമൂവ് ചെയ്തു. അതേപോലെ തന്നെ റിമൂവ് ചെയ്തിട്ട് അതിന് മാച്ചിങ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു ഇമോജീസും സ്റ്റാറ്റസും നമ്മൾ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ നമ്മൾ അതിൽ നിന്നും റിമൂവ് ചെയ്യുകയും പിന്നീട് ആഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ സെറ്റ് റേറ്റിംഗ് എന്ന് പറയുന്ന ഇതിൽ നമ്മൾ ചെയ്തത്. പിന്നീട് നമ്മൾ യൂസ് ചെയ്തത് കുറച്ച് ഈവൻ ലിസണേഴ്സ് ആണ്. അത് റീസെറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ യൂസ് ചെയ്തത് കുറച്ച് ഈവൻ ലിസണേഴ്സ് ആണ്. അതിൽ വന്നിട്ട് ഓരോ സ്റ്റാറിലേക്കും ആഡ് ചെയ്യുന്ന റീച്ച് സ്റ്റാർ ആഡ് ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് ക്ലിക്ക് എന്ന് പറയുന്ന ഈവൻ ലിസണർ ആണ് യൂസ് ചെയ്തത്. അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു റേറ്റിംഗിനെ അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യുക. അതായത് ഒരു സ്റ്റാർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിനും അത് റീസെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യുമായിരുന്നു ചെയ്തത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൗസ് ഓവർ ചെയ്യുന്ന സമയത്താണ്. അപ്പൊ നമ്മൾ ഒരു സ്റ്റാറിലേക്ക് മൗസ് ഓവർ ചെയ്യുന്ന സമയത്ത് ടെമ്പററിലി ഷോ ചെയ്യണം. ആ ഒരു സ്റ്റാറിന്റെ ഡേറ്റ റേറ്റ് അനുസരിച്ച് ടെമ്പററിലി ഷോ ചെയ്യുമായിരുന്നു വേണ്ടത്. അതിന്റെ സ്റ്റാറ്റസ് ഏതാണ്, ഇമോജി ഏതാണെന്നുള്ളത്. ദെൻ മൗസ് ഔട്ട് ചെയ്യുന്ന സമയത്ത് റേറ്റിംഗ് തിരിച്ച് കറന്റ് റേറ്റിംഗിലേക്ക് റിവേർട്ട് ചെയ്യപ്പെടണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ മൗസ് ഔട്ട് എന്ന് പറയുന്ന ഈവന്റ് ലിസണർ യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫൈനലി നമുക്ക് ഡോം കണ്ടന്റ് ലോഡ് ചെയ്യുന്ന സമയത്ത് ഓരോ തവണയും ഡോം കണ്ടന്റ് ലോഡ് ചെയ്യുമ്പോൾ ഡോക്യുമെന്റ് ലോഡ് ചെയ്യുന്ന സമയത്ത് റേറ്റിംഗ് എന്ന് പറയുന്നത് ഡിഫോൾട്ട് റേറ്റിംഗ് 0 ആയിരിക്കാം. അപ്പൊ ഇത്രയാണ് നമ്മൾ സ്ക്രിപ്റ്റിൽ ചെയ്തു കൊടുത്തത്. സോ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് വെരി പുവർ, ദെൻ സെക്കൻഡ് പുവർ, ഗുഡ്, വെരി ഗുഡ്, എക്സലന്റ്, ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഫോർത്ത് വണ്ണാണ് ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വെരി ഗുഡ് എന്ന് പറയുന്ന സ്റ്റാറ്റസും അതേപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇമോജിയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ എക്സലന്റ് ആണ് ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് എക്സലന്റ് എന്ന് പറയുന്ന ഇതും നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. വെരി പുവർ, പുവർ, ഗുഡ്, വെരി ഗുഡ്, അതേപോലെ തന്നെ എക്സലന്റ്. ഇത്രയാണ് നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു റേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു റേറ്റിംഗ് സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. ജസ്റ്റ് അതിന്റെ സ്ട്രക്ചറും പിന്നെ അതേപോലെ തന്നെ CSS യൂസ് ചെയ്ത് കുറച്ച് സ്റ്റൈലുകളും ചെയ്തതിന് ശേഷം മെയിൻ കാര്യങ്ങളൊക്കെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിലാണ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പ്രൊജക്ട്സിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കണ്ടന്റ് ആണ് റേറ്റിംഗ് സിസ്റ്റം. ഓൾമോസ്റ്റ് എല്ലായിടത്തും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കണ്ടന്റ് തന്നെയാണ്. സോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു.